എൻ്റെ അനിയത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ചതിന്, നെല്ലിശ്ശേരി കുടുംബത്തിനെ വഴിയാധാരമാക്കിയതിന്, എൻ്റെയും എൻ്റെ സച്ചേട്ടൻ്റെയും ജീവിതം തകർത്തതിന് എല്ലാത്തിനും നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ 10 മടങ്ങായിട്ട്. നിന്റെ ജീവിതത്തിലെ അഗ്നിപരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അവന്തിക. തട്ടോട് വച്ചുള്ളൂ, എന്നിട്ട് ഈ കാവടി എടുക്കൂ. അങ്ങോട്ട് പൊയ്ക്കൊള്ളൂ. സാരമില്ല, ദേവി കാത്തോളും. കണ്ണടിച്ച് പ്രാർത്ഥിച്ചോ. നടന്നോളൂ. പേടിക്കണ്ട, മനസ്സിൽ പ്രാർത്ഥന മാത്രം മതി. കാവടിയെടുക്കുന്ന ഭക്തർക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ചൂട് അനുഭവപ്പെടില്ല. പ്രാർത്ഥനയോടെ നടന്നോളൂ. ഞാൻ പറഞ്ഞില്ലേ, നിന്റെ വേദനകളെല്ലാം നിനക്ക് 10 മടങ്ങ് പൊള്ളും. അത്രമാത്രം നീ ഒരുപാട് പേരുടെ മനസ്സും ജീവിതവും പൊള്ളിച്ചിട്ടുണ്ട്. നഷ്ടങ്ങളുടെയും ദുഃഖങ്ങളുടെയും കാലം, ഉയർച്ചകൾക്ക് ശേഷം വലിയ താഴ്ചയാണ് ഇനി വരാനുള്ളത്. സ്വന്തം മകൾ പോലും നഷ്ടപ്പെടാനാണ് യോഗം. ഉഗ്രമൂർത്തികൾ പ്രസാദിച്ചാൽ മാത്രമേ ഈ കടമ്പ കടക്കാൻ പറ്റൂ. നടന്നോളൂ. തിരിഞ്ഞു നടക്കരുത്. വഴിപാട് പൂർത്തിയായില്ലെങ്കിൽ ദോഷമാണ്. ചെന്ന് പിടിച്ചോളൂ. എനിക്ക് പറ്റുന്നില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ അവന്തികേ. ഇനി ഇത്തിരി കൂടിയല്ലേ ഉള്ളൂ. നിന്ന് കാല് പൊള്ളിക്കാതെ വേഗം നടന്നോ. എന്റെ കാല്. അയ്യോ, അയ്യോ, അമ്മേ. അയ്യോ, അവന്തിക. മാഡം. അവന്തിക. മാഡം. അവന്തിക.
അവന്തിക, അവന്തിക. അവന്തിക, എനിക്ക് ഈ തീർത്ഥം കുടിച്ചോളൂ, എല്ലാ വേദനയും മാറും. എന്റെ കാല് സമൃദ്ധ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ കാല്. എന്തായാലും നേർച്ച മുടക്കം വരാതെ പൂർത്തിയായല്ലോ. അതിന്റെ അനുഗ്രഹം ഉണ്ടാവും. മൂർത്തി, നോക്കി നിൽക്കാതെ വണ്ടി എടുക്കണോ? എന്നെ ഏതെങ്കിലും ആശുപത്രി കൊണ്ടോ? ശരി മാഡം. എന്തൊരു നീറ്റല. എന്റെ കാല്, എന്തൊരു വേദന ഇത്. എന്റെ അനിയത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ചതിന്, നെല്ലിശ്ശേരി കുടുംബത്തിനെ വഴിയാധാരമാക്കിയതിന്, എന്റെയും എന്റെ സച്ചേട്ടന്റെയും ജീവിതം തകർത്തതിന്, എല്ലാത്തിനും നീ അനുഭവിക്കാൻ പോകുന്നേ ഉള്ളൂ 10 മടങ്ങായിട്ട്. നിന്റെ ജീവിതത്തിലെ അഗ്നിപരീക്ഷണങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അവന്തിക. താനെന്ത് ഉടപ്പതായിരുന്നു? അമ്പലത്തില്. കഴിഞ്ഞ ദിവസവും താൻ അമ്പലത്തിലേക്കല്ലേ പോയത്? എന്തു പറ്റി? താൻ വ്രതം എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? അയ്യോ, ഇത് എന്റെ കാര്യത്തിനല്ല, അവന്തികയുടെ കൂടെ പോയതാ. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നല്ലോ. ഗൂഗിള് മറന്നുപോയോ? എന്തിനാ താൻ ആവശ്യമില്ലാതെ ആ അവന്തികയുടെ കൂടെ ക്ഷേത്രത്തിലൊക്കെ പോകുന്നത്? നമ്മൾ ഒരുമിച്ച് നേരത്തെ പോയിട്ടുണ്ടല്ലോ. അന്ന് ശിവയോഗിയുടെ ആശ്രമത്തില് നമ്മൾ ഒരുമിച്ച് പോയല്ലോ. അതിനുശേഷം എസ്റ്റേറ്റിലെ ക്ഷേത്രത്തിലും പോയില്ലേ? പിന്നെ ഇപ്പൊ മാത്രം എന്താ പറ്റിയേ? എടോ, തനിക്കിവിടെ അധികം സുഹൃത്തുക്കളില്ല. ഉള്ളത് ഈ അവന്തിക മാത്രമാണെന്ന് എനിക്കറിയാം. ആദ്യം ആ അവന്തികയുടെ ഫ്രണ്ട്ഷിപ്പ് തനിക്കൊരു നല്ല കമ്പനിയാണെന്ന് ഞാൻ കരുതി. പക്ഷെ പിന്നീട് അവരെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോ അത് നല്ലതിനല്ല എന്നൊരു തോന്നല്. ഞാനതെന്നോട് പറയുകയും ചെയ്തിരുന്നു. എടോ, ആ കമ്പനി തനിക്ക് നല്ലതിനല്ല. ആ സച്ചിയുടെ ഫാമിലിയോട് അവർ ചെയ്ത ദ്രോഹങ്ങളൊക്കെ തനിക്കറിയാവുന്നതല്ലേ? അതൊക്കെ അവന്തികയുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ.